Welcome back to Anam's Kitchen. Yes, Assalamualaikum. ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓവണോ ബീറ്ററോ മെഷർമെൻറ്റ് കപ്പോ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളതും. പിന്നെ ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ട് കുറഞ്ഞൊരു ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളതും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇനി ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് അത് തന്നെ കുറച്ച് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുക്കി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ പാൻ ഒന്ന് ചെരിച്ചൊക്കെ പിടിച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരും കേട്ടോ. ഈ ഒരു സമയമൊന്നും നമ്മളിതിലേക്ക് സ്പൂണോ തവിയോ ഒന്നും ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഈ പാന് പിടിച്ചിട്ട് ചെരിച്ച് കൊടുത്താൽ മതി. ഈ സൈഡ് വശങ്ങളിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ പാൻ ഒന്ന് ചെരിച്ചൊക്കെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാരമലൈസ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കാരമലൈസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ സമയം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാരമലൈസിന് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കാരമലൈസ് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം വെച്ച് തിളക്കുമ്പോഴേക്കും തന്നെ കട്ടിയൊക്കെ നല്ല ലൂസായിട്ട് എല്ലാം തന്നെ റെഡി ആയിട്ട് വരും. അങ്ങനെ ഇതെല്ലാം കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് നല്ല ലൂസായിട്ട് വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിവിടെ 10 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്കൊരു അരിപ്പ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അരിപ്പയിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് അമൃതം പൊടിയും, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അമൃതം പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, ബേക്കിംഗ് പൗഡർ നമ്മളിപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് സോഡ മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 3-4 തവണ തന്നെ നല്ല പോലെ ഒന്ന് തരിച്ചെടുക്കാം. അപ്പോൾ 3-4 തവണ തന്നെ തരിച്ചെടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ അമൃതം പൊടിയുടെ മിക്സ് 3 തവണ തന്നെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എത്ര തവണ തരിച്ചെടുക്കുന്നോ അത്രയും കേക്ക് സോഫ്റ്റും നന്നായിട്ട് പൊങ്ങിയിട്ടും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തരിപ്പയിൽ അത്യാവശ്യം പൊടിയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ കേക്കിലേക്ക് വേണ്ടിയിട്ടൊക്കെ കോഴിമുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത്. തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം കോഴിമുട്ട പൊട്ടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ 2 മുട്ടയും പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂണാകുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ സമയം വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. വിസ്ക് ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല പോലെ ഒന്ന് പതിഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് ബീറ്റായിട്ട് നല്ല പോലെ പതിഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഈ കേക്കിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, അപ്പോൾ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും, എന്നാലും ഈ ഒരു പഞ്ചസാരയുടെ അളവ് ഈ കേക്കിലേക്ക് കൂടി പോകുന്നില്ല കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3 ഗ്രാമ്പൂവും 2 ഏലക്കായും കൂടെ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ മുട്ടയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 ഈത്തപ്പഴം നേരത്തെ തന്നെ കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ, മിക്സിയുടെ ജാറ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമലിൽ നിന്നും കുറച്ച് കാരമലും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ മിക്സൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബാക്കി വന്നിട്ടുള്ള കാരമലും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിലും പാലും ഒക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അമൃതം പൊടിയുടെ ആ ഒരു മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഓവർ മിക്സ് ഒന്ന് ചെയ്തെടുക്കരുത്. ജസ്റ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുന്നവരെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ 2-3 തവണയായിട്ട് നമുക്ക് ഈ അമൃതം പൊടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ടീ കേക്ക് വേവിച്ചെടുക്കാനായിട്ട് ഇതേപോലുള്ള സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളിലേക്ക് നല്ലപോലെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ 2-3 തവണ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി കേക്ക് വേവിച്ചെടുക്കാനായിട്ട് ഈ ഒരു പാത്രത്തിൽ 10 മിനിറ്റ് മുമ്പ് തന്നെ 2 ഗ്ലാസ് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് സ്റ്റീലിൻ്റെ റിങ്ങോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പ്ലേറ്റോ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് നമുക്ക് കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കേക്ക് ടിന് മുകളിലേക്കായിട്ട് ഒരു അടപ്പും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഈ പാത്രം അടച്ച് വെക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് കേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് അടുപ്പിന് മുകളിലേക്കായിട്ട് ഇതേപോലെ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 50-55 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു കേക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 55 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അടപ്പം തുറന്ന് നോക്കാം. പിന്നെ നമുക്ക് ഈ കേക്ക് കുക്കായിട്ട് കിട്ടാനെടുക്കുന്ന സമയം പലരുടെയും പാത്രത്തിൻ്റെ വലുപ്പത്തിനും കട്ടിക്കും ഒക്കെ അനുസരിച്ചിട്ടും ആയിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പാത്രം അത്യാവശ്യം കുഴിയുള്ള പാത്രം ആയതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഒരു കേക്ക് വെന്ത് കിട്ടാനായിട്ട് 55 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളതും. അപ്പോൾ ഇത്രയും കുഴിയില്ലാത്ത പാത്രത്തിലാണ് നമ്മൾ ഈ കേക്ക് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു 40-45 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ കേക്ക് റെഡി ആയിട്ട് കിട്ടാൻ മതി. 55 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഉൾഭാഗവും തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടുവിച്ചെടുക്കാം. ഇതിന് നല്ലപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.